ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേഷ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. 2 ദിവസം ഹെൽത്ത് ഇഷ്യൂസ് ആയത് കാരണമാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ട് റിവ്യൂ ഇട്ടത്. പക്ഷേ അങ്ങനെ ഇട്ടപ്പോഴത്തേക്കും നല്ല സപ്പോർട്ട് കിട്ടുന്നുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇന്ന് ബിഗ് ബോസ് ഹൗസിനകത്ത് എന്തൊക്കെയാണ് നടന്നതെന്ന് നമുക്ക് നോക്കാം. രാവിലെ തന്നെ നല്ല അടിപൊളി പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മഞ്ഞളും പൂശിവാ വന്നിതാ നിൻ്റെ മച്ചാൻ, ആ പാട്ടായിരുന്നു. അടിപൊളിയായിട്ട് എല്ലാവരും കളിച്ചതിന് ശേഷം ആസ് യൂഷ്വൽ പി ടി ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് പി ടി ഇന്നും നമ്മുടെ അൻസിബ നിൽക്കുന്നില്ല. അൻസിബ ഇന്നും ഇടതുവാക്കാണ്. അൻസിബയ്ക്ക് അപ്സരയ്ക്കുള്ള ഒരു യുഗം ആയത് കാരണമാണ് അൻസിബ ഇല്ല നിങ്ങൾ നടന്നോ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു പോകുന്നു. അപ്പോൾ അപ്സര പറഞ്ഞു അങ്ങനെ പോയാൽ പറ്റില്ലല്ലോ, അതെന്താണ് ഇവിടെ എന്നൊക്കെ രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നലെ അധികം ടാസ്ക് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറിയ രീതിയിലൊരു പി ടി ഒക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അപ്സരയും അർജുനും കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അർജുൻ പറഞ്ഞു ഞാൻ അവളോട് സംസാരിച്ചു. അപ്പോൾ അവൾ പറഞ്ഞത് ഇതിൻ്റെ എന്ത് കോൺസിക്വൻസ് വന്നാലും അവൾ സഹിച്ചോളാം എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല, പണിഷ്മെൻറ്റ് കൊടുക്കണം എന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഗബ്രി പറഞ്ഞു നമുക്ക് പണിഷ്മെൻറ്റ് കൊടുക്കാം എന്ന രീതിയിൽ ഗബ്രിയും പറയുന്നുണ്ട്. അതിനുശേഷം നേരെ കാണുന്നതെന്നറിയുമോ, ഒരു വശത്ത് നമ്മുടെ അപ്സരയും അർജുനും തമ്മിൽ ഡിസ്കഷൻ ആണെങ്കിൽ മറുവശത്ത് അൻസിബയും നന്ദനയും കൂടി ഡിസ്കഷനാണ്. അൻസിബ ആണെങ്കിൽ അപ്സരയെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്, നന്ദന ജാസ്മിനെ കുറിച്ച് പറഞ്ഞാൽ അവൾ എന്നെ കുട്ടി എന്ന് വിളിക്കും. ഞാനെന്താ കൊച്ചു കുട്ടിയാണ്, എന്താണെന്നാണ് അവൾ സംസാരം എന്നൊക്കെ രീതിയിലുള്ള ഒരു സംസാരമൊക്കെ നമ്മുടെ നന്ദന അൻസിബയോട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു എന്താ പറയുക, രാവിലെ തന്നെ ഒരു പരദൂഷണ കമ്മിറ്റി തുടങ്ങി അങ്ങനെ വന്ന സമയത്ത് ബിഗ് ബോസ് വിചാരിച്ചു ഇനിയിപ്പോൾ നമുക്ക് നേരെ അവർക്കൊരു ടാസ്ക് കൊടുക്കാം, ഇവരെ തമ്മിൽ തല്ലിക്കുക. രാവിലെ ബിഗ് ബോസിന് ഒരു തമ്മിൽ തല്ല്, ആ ഒരു അവരുടെ വായിൽ നിന്ന വാക്കുകളും അല്ലെങ്കിൽ അതൊക്കെ കിട്ടുമ്പോഴാണ് ബിഗ് ബോസിന് നല്ലൊരു എനർജി വരുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇന്നും ഒരു കൊനസ്റ്റ് റൗണ്ട് തന്നെയാണ് രാവിലെ മോർണിംഗ് ടാസ്ക് വന്നിരിക്കുന്നത്. ഓരോരുത്തരും ഇവിടെ വന്നിരിക്കുന്ന ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഒരു ഗെയിമർ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇന്ന ആളുടെ പൊസിഷനിലേക്ക് പോകണ്ട എന്ന് വിചാരിക്കുന്ന ഒരു റൗണ്ടാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ശ്രീതുവാണ് ഫസ്റ്റ് വന്നത്. അപ്സര പറഞ്ഞിട്ടുണ്ട്, ശ്രീതു പറഞ്ഞിട്ടുണ്ട്, അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഋഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീതു പറഞ്ഞാൽ ഒരു പേഴ്സണൽ സ്പേസ് ആർക്കും കൊടുക്കാതെ ഭയങ്കര ഒരു അഹങ്കാരം ഞാനാണെന്നുള്ളൊരു ഭാവത്തോടെ രീതിയിൽ വന്ന് അപ്സര കൈകാര്യം ചെയ്യുന്നു. ഋഷി പറഞ്ഞാണെങ്കിൽ നീ ഗെയിം ആയിരിക്കും പക്ഷെ അത് ഓവറാക്കണ്ട എന്ന രീതിയിൽ നമ്മുടെ ഋഷിയും പറഞ്ഞു. അൻസിബ പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്, അതായത് മറ്റൊരാളുടെ സ്പേസ് എടുത്തിട്ട് ഞാനാണ് ആളെന്ന രീതിയിൽ സംസാരിക്കുന്നു എന്ന രീതിയിൽ അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിബിൻ പറഞ്ഞത് വെച്ചാൽ എന്താ പറയുക, ഭയങ്കര ഒരു ഫെയർ ഗെയിമാണ് ഇവിടെ കളിക്കുന്നത്. അതായത് പിന്നിൽ നിന്ന് ഗെയിം കളിക്കും, എന്നാൽ മുന്നിൽ വന്നിട്ട് അയ്യോ ഞാൻ ഗെയിം എന്നല്ല കേട്ടോ കളിക്കുന്നത്, അയ്യോ അങ്ങനെയല്ല കേട്ടോ ഞാൻ സ്നേഹത്തിൽ പറയുന്നതല്ല എന്ന രീതിയിലുള്ള ഒരു ഫെയർ ഗെയിമാണ് കളിക്കുന്നത് എന്ന രീതിയിൽ അപ്സരയെ കുറിച്ചിട്ട് ഈ 4 പേരും അപ്സരയാണ് പറഞ്ഞത്. അപ്സരയുടെ പൊസിഷനിലേക്ക് ഇവർ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞു. 3 പേര് പറഞ്ഞിരിക്കുന്നത് ജാസ്മിനെ കുറിച്ചിട്ടാണ്. ജാസ്മിനെ കുറിച്ച് ആദ്യം പറഞ്ഞത് ഗബ്രിയാണ്. അതായത് ഒന്ന് വെള്ളപൂശാൻ ശ്രമിക്കുന്നുണ്ട്. അതായത് ജാസ്മിൻ നല്ല ഒരു ഗെയിമറാണ്, പ്രായത്തിൽ കവിഞ്ഞ ഒരു പക്വത അവൾക്കുണ്ട്. അതുകൊണ്ട് അവൾ ചെയ്യുന്ന ആരും അംഗീകരിക്കുന്നില്ല. അവൾ നല്ലൊരു ഗെയിമറാണ് എന്ന രീതിയിൽ ഗബ്രി ജാസ്മിൻ്റെ പൊസിഷനിൽ പോകണം എന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ പൂജ വന്നിട്ട് പറഞ്ഞു ജാസ്മിനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു എന്താ പറയണ്ട, ഒരു ഹെൽത്തി ഗെയിമല്ല ഈ കുട്ടി കളിക്കുന്നത്, മറ്റൊരാളുടെ തലയിൽ നിന്ന് കളിക്കുന്ന പോലത്തെ ഒരു ഗെയിമാണ് കളിക്കുന്നത് എന്ന രീതിയിൽ പൂജ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ നന്ദനയും ജാസ്മിനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതിൽ ചെറിയൊരു ഉരസൽ വരികയും ചെയ്യും നന്ദനയും ജാസ്മിനും തമ്മിൽ. എന്തായാലും അവർ 3 പേര് ജാസ്മിനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ ഗബ്രി പറഞ്ഞതിനെ ശ്രീരേഖ വന്ന് അവരുടെ ഒരു സ്പേസിൽ വന്നിട്ട് പറയുകയാണ് ഞാൻ ഗബ്രിയാണ് ചൂസ് ചെയ്യുന്നത്. അതിന് ശ്രീരേഖ പറഞ്ഞത് കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് മറ്റൊരു ഗെയിമറെ വെള്ളപൂശാൻ ശ്രമിക്കുന്നു, ഉറങ്ങുന്നവരെ ഉണർത്താം എന്നാൽ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ പറ്റുമോ എന്നുള്ള രീതിയിൽ നമ്മുടെ ശ്രീരേഖ പിന്നെ ഗബ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നോറ, അതാണ് ഭയങ്കര ഇഷ്യൂസായി മാറി കേട്ടോ. നോറ വന്നത് ജാൻമണിയെ കൊണ്ട് പറഞ്ഞിരുന്നത്. അതായത് ഇവിടെ മറ്റുള്ളവരുടെ ഒരു സഹായത്തോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ 18+ ആയ കോമഡികൾ, അഡൽട്ട്സ് ആയിട്ടുള്ള അങ്ങനത്തെ കോമഡികളൊക്കെ പറയുന്ന ഒരു ലേഡിയാണ്. ഞാൻ എന്ത് കാര്യം മുഖത്ത് നോക്കി പറയും, പക്ഷേ അങ്ങനത്തെ രീതിയിൽ നോറ ജാൻമണിക്കെതിരെ ഒരു ക്യാരക്ടർ അസോസിയേഷൻ എന്ന രീതിയിൽ സംസാരിക്കുന്നു. അപ്പം ജാൻമണി അത് എതിർക്കുന്നു. ബിഗ് ബോസെ എനിക്കൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് തരും എന്നുള്ള രീതിയിൽ. അതിനുശേഷം ഇവരുടെ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം നോറയും ജാൻമണിയും തമ്മിലൊരു വാഗ്വാദം വരികയും ചെയ്തു. അതായത് നമ്മുടെ ജാൻമണി ജാസ്മിനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നോറ പറഞ്ഞു ചേച്ചി എന്താ കൊണ്ടെങ്കിൽ എൻ്റെ മുഖത്തൂക്കി പറയുന്നുള്ളതിൽ അവസാനം തല്ലാൻ അടിക്കാനായിട്ട് ഓങ്ങി കേട്ടോ. അൻസിബ അവിടെ ഇടയിൽ കയറി അവർ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നോറ നമ്മുടെ ജാൻമണിയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ജാൻമണി എൻ്റെ ക്യാരക്ടറിനാണ് അവൾ പറഞ്ഞത്, എൻ്റെ ക്യാരക്ടറിനാണ് അവൾ പറഞ്ഞ രീതിയിൽ. പിന്നെ അൻസിബ അടുത്ത് ഋഷിയുടെ അടുത്ത് ഭയങ്കര വയലൻ്റായി സംസാരിക്കുന്നുണ്ടായിരുന്നു. ജാൻമണി ആണെങ്കിൽ അർജുനെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാർ അഭിഷേക്
ജയദേവിനെ പറഞ്ഞു. അഭിഷേക് ജയദേവ് ആണെങ്കിൽ നമ്മുടെ സിബിനെയാണ് പറഞ്ഞിരിക്കുന്നത്. സിബിനെ കുറിച്ച് പറഞ്ഞ ആരോപണം എന്ന് വെച്ചാൽ സിബിൻ ഇമോഷണൽ വീക്കായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തി അങ്ങനെ ഒരു ഗെയിം കളിക്കാൻ, ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് സിബിൻ എടുക്കുന്ന രീതിയിൽ സംസാരിച്ചു. പിന്നെ നമ്മുടെ അഭിഷേക് ജയദേവിൽ പറഞ്ഞ ആരോപിക്കുന്നത് ശ്രീകുമാറിനെ ഈ ട്രാൻസ്ജെൻഡേഴ്സിനിടയിൽ, അതായത് എന്താ പറയുക, ഒരു പ്രിവിലേജും ഇല്ലാത്തവരുടെ ഇടയിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഡിസ്കഷൻ അവിടെ നടക്കുന്നത്. അങ്ങനെയാണ് അത് സംസാരിച്ചത്. ജാൻമണി വന്ന് അർജുനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു രാവിലത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറഞ്ഞത്. അത് തല്ല് വന്നത് എന്തായാലും നമ്മുടെ നോറയും ജാൻമണി ആയിരുന്നു. ആ ഒരു മോർണിംഗ് ടാസ്ക് കഴിഞ്ഞു ബിഗ് ബോസ് ഇച്ചിരി സന്തോഷമായിക്കണം, ആരെങ്കിലും ഒന്ന് തല്ല് കൂടി കാണണം. അപ്പോൾ ഇന്ന് നമ്മുടെ നോറയും ജാൻമണി ആയിരുന്നു. ബിഗ് ബോസ് പക്ഷേ നമ്മുടെ ജാൻമണിക്ക് നല്ലോണം വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫൈനലാണ്. ഒരാൾ ഇവിടെ കയ്യാങ്കളി നടത്തിയതിൻ്റെ അനുഭവം നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? പിന്നെ നിങ്ങളിത് ആവർത്തിക്കുകയാണെങ്കിൽ ഇനി ഇവിടെ നിന്ന് പാക്കപ്പ് ചെയ്ത് വിടും. മിക്കവാറും നാളെ 9 വോട്ട് വാങ്ങിയിട്ടുണ്ട് ജാൻമണി. അപ്പോൾ എന്താണ് ഏതാണെന്നൊക്കെ അറിയാൻ പറ്റും. നാളെ ചിലപ്പോൾ ജാൻമണി പോകാതിരിക്കും, ഒരു പിടിയും കിട്ടുന്നില്ല. നോറയ്ക്കാണെങ്കിൽ ജാൻമണി അടുത്തായാലും ജിൻഡോയുടെ അടുത്തായാലും ഒരു വ്യക്തിപരമായ ഒരു പേഴ്സണൽ ഗ്രഡ്ജ് സൂക്ഷിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ. എനിക്ക് നമ്മുടെ ജാസ്മിൻ വന്നിട്ട് മോർണിംഗ് ടാസ്കിൽ അൻസിബി അങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അതായത് ഒരു പേഴ്സണൽ ഗ്രഡ്ജ് സൂക്ഷിക്കുന്ന വ്യക്തി എന്ന രീതിയിലാണ് ജാസ്മിൻ അൻസിബിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മോർണിംഗ് ടാസ്ക്. ഇച്ചിരി നീണ്ടുപോയി. അപ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക്. നല്ലൊരു സുഹൃത്തിനെ ലഭിക്കുക എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യമാണ് കേട്ടോ. നമ്മളെ പിന്നിൽ നിന്ന് കുത്താതെ നമ്മുടെ എല്ലാ സുഖവും ദുഃഖവും പങ്കിടാൻ പറ്റുന്ന ഒരു സുഹൃത്ത് ഉണ്ടാവുക എന്നത് ഏതൊരു മനുഷ്യൻ്റെയും എന്താ പറയേണ്ടത് ഭാഗ്യം തന്നെയാണ്. നമ്മുടെ BB ഹൗസിനകത്ത് നോറയ്ക്കും അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചത് റസ്മിനിലൂടെയായിരുന്നു. അപ്പോൾ റസ്മിൻ 2 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. റസ്മിൻ ഇന്ന് തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. നോറ കണ്ടതും നോറയുടെ ഒരു നോട്ടവും ഒരു സിനിമാ സ്റ്റൈലിലെ ഓട്ടവും കെട്ടിപ്പിടുത്തവും കരച്ചിലും അതൊരു എന്താ പറയേണ്ടത് നല്ലൊരു രംഗം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ റസ്മിൻ തിരിച്ച് വീണ്ടും BB ഹൗസിലേക്ക് പുതിയ കളികൾ കളിക്കുവാനായിട്ട് മടങ്ങി എത്തിയിട്ടുണ്ട്. റസ്മിൻ്റെ പുതിയ ഗെയിം എന്തൊക്കെയാണ് നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെ നമ്മുടെ BB ഹൗസിൽ നമ്മുടെ ലിവിംഗ് റൂമിൽ എല്ലാവരും ഇരിപ്പുണ്ട്. നമ്മുടെ ബോസണ്ണൻ ബിഗ് ബോസ് എന്താണെന്ന് വെച്ചാൽ അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുകയാണ്, അതായത് ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. പക്ഷേ ഇത്തവണ ഒന്ന് മാറ്റി പിടിച്ചിരിക്കുകയാണ്. ബാലറ്റ് വോട്ടിങ്ങാണ്. അത് ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ വോട്ട് വരാൻ പോവാണല്ലോ, ഇലക്ഷൻ വരാൻ പോവാണല്ലോ. അപ്പോൾ ആ ഇലക്ഷൻ ചൂട് നിൽക്കുന്ന സമയത്ത് നമ്മുടെ BB ഹൗസിനകത്ത് അവിടെ ഇലക്ഷൻ ചൂട് കൊണ്ട് ഇട്ട് കൊടുത്തു. ഈ ഒരു സന്ദർഭത്തിൽ പറ്റിയൊരു ആപ്റ്റായിട്ടുള്ള ഒരു പ്രോസസ്സിൽ തന്നെയാണ് അവിടെയും ക്യാപ്റ്റൻസി തിരഞ്ഞെടുത്തിരിക്കുന്നത്. എങ്ങനെയെന്ന് വെച്ചാൽ ബാലറ്റ് പെട്ടിയുണ്ട്. അപ്പോൾ അതിനകത്ത് പേപ്പറും പേനയും വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരാണോ, അതായത് അവർ തിരഞ്ഞെടുത്ത വ്യക്തി ആരാണോ അവരെ പേര് എഴുതുക, ക്യാമറയിൽ കാണിക്കുക, ബാലറ്റ് ബോക്സ് നിക്ഷേപിക്കുക. അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന വ്യക്തി ആരാണോ അവരായിരിക്കും ഇനി വരുന്ന ഒരാഴ്ച ക്യാപ്റ്റൻ ആകുന്നത്. അപ്പോൾ നമ്മുടെ പവർ ടീമിൽ അംഗങ്ങൾക്ക് പങ്കെടുക്കാൻ പാടില്ല. പക്ഷേ മറ്റുള്ള ടീമുകാർ പിന്നെ ആലോചിച്ച് നിങ്ങളുടെ ടീമിൽ നിന്ന് ആരെ കൊണ്ടുവരണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കുക. ഏത് സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് നിർത്താമെന്ന് ആലോചിക്കാവുന്ന രീതിയിൽ. അപ്പോൾ ഡെന്നിൽ എല്ലാവരും പോയിട്ട് ജിൻഡോയാണ് പറയുന്നത്. കാരണം പവർ ടീമുകാർ ടണൽ ഗ്രൂപ്പുകാർ എന്തായാലും ടണൽ ഗ്രൂപ്പുകാർക്ക് വേണ്ടി കളിച്ചത് ജിൻഡോയാണല്ലോ. അപ്പോൾ അവരെ ആസൂക്ഷിച്ച് എല്ലാവരും ജിൻഡോ തന്നെ പറയാം. അപ്പോൾ അതുകൊണ്ട് നോറ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല ജിൻഡോയുടെ പേര് പറയുന്നത്. പക്ഷേ എന്തായാലും അവിടെ നിന്നൊരു ഭൂരിപക്ഷത്തിൽ ജിൻഡോയുടെ പേരാണ് വന്നത്. നെക്സ്റ്റിൽ നിന്നോടൊരു പിന്നെ ഒരു ഇഷ്യൂസ് ഉണ്ടായി കേട്ടോ. ശ്രീധുവിനെയാണ് എല്ലാവരും സെലക്ട് ചെയ്തത്, സിബിനൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ ലിവിംഗ് റൂമിൽ വന്നപ്പോൾ നെക്സ്റ്റ് ടീമിൽ നിന്ന് സിബിനും ശ്രീധുവും അൻസിബിയൊക്കെ ഡിസ്കഷൻ ചെയ്തത് നമ്മുടെ ശ്രീധുവിൻ്റെ പേരാണ്. പക്ഷേ ഇവിടെ ഹാളിൽ വന്ന സമയത്ത്, ലിവിംഗ് റൂമിൽ വന്ന സമയത്ത് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് കേട്ടതും ശ്രീരേഖയ്ക്ക് എന്താണെന്ന് അറിയത്തില്ല കേട്ടോ. പെട്ടെന്നൊരു ഭാവമൊക്കെ മാറി ശ്രീരേഖ അങ്ങ് എണീറ്റ് നിന്നു. അതിനുശേഷം അപ്പോൾ ശ്രീരേഖ എണീറ്റ് നിന്നു. അപ്പോഴത്തേക്ക് ബിഗ് ബോസ് വിചാരിച്ച് ഇനി ഒന്ന് മാറ്റി പിടിക്കാം. അപ്പോൾ അനൗൺസ് വന്നു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ടീമിൻ്റെ ഭാഗമാകാതെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എണീറ്റ് നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ശ്രീധു എണീറ്റു. അതുപോലെ തന്നെ നന്ദന, അഭിഷേക്, ജയദേവ്, അങ്ങനെ 3 പേര് അങ്ങനെ എണീറ്റുണ്ടായിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ 3 പേരുണ്ട്. അല്ലാതെ 3 ടീമിൽ നിന്നും നമ്മൾ അർജുൻ്റെ ടീമിൽ നിന്നും ഗബ്രി വന്നിട്ടുണ്ട്, സായിയുടെ ടീമിൽ നിന്നും ജിൻഡോ വന്നിട്ടുണ്ടായിരുന്നു, നെക്സ്റ്റിൻ്റെ ടീമിൽ നിന്നും വന്നിരിക്കുന്നത് ശ്രീരേഖയാണ്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്തു. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ സമയം അറിയിക്കും, വോട്ടിങ്ങിൻ്റെ ടൈം അറിയിക്കുക. നമുക്ക് സമയമുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രചരണ ചൂട് അല്ലെങ്കിൽ നമുക്ക് ക്യാൻവാസ് ഒക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കുറച്ച് സമയം അനുവദിച്ചു. ആ സമയത്തുള്ളിൽ കുറച്ച് പരദൂഷണം നടന്നു. നമ്മുടെ പരദൂഷണം ആദ്യം ഡിസ്കഷനായിരുന്നു. അതായത് നമ്മുടെ നെക്സ്റ്റ് ടീമിൽ സിബിനും ശ്രീധുവും കൂടി ശ്രീരേഖ ഇട്ട് ഷൗട്ട് ചെയ്യുക, നിങ്ങൾ എന്തിനാ ചാവേറാകാൻ പോയത് സിബിൻ ചോദിച്ചു. എന്തിനാ ഇങ്ങനെ? അപ്പോഴും ശ്രീരേഖ ചോദിച്ചു ഇപ്പോൾ എന്താ പ്രശ്നം, ഞാനാണോ പ്രശ്നം, ഞാൻ എന്താ ചെയ്തത്? അപ്പോഴത്തേക്ക് ശ്രീധു പറഞ്ഞു ഒന്നും ചെയ്തില്ല, ഒന്നും വേണ്ട, വിട്ടേക്കെന്ന രീതിയിൽ ശ്രീരേഖ ഭയങ്കര ഒരു ഭാവ വ്യത്യാസം മാറി. ശ്രീരേഖയുടെ ഗെയിം പ്ലാൻ ആയിരിക്കും. അപ്പുറത്തെ റൂമിനകത്ത് നമ്മുടെ ഡനിനകത്ത് സായി നമ്മുടെ ജിൻഡോയ്ക്ക് ഇരിപ്പുണ്ട്. അപ്പോൾ നോറ പറയുന്നുണ്ട് ഇദ്ദേഹം എനിക്ക് പണിഷ്മെൻറ്റ്
തന്നത് കാരണമാണ് എൻ്റെ കയ്യിലൊക്കെ മുറിവ് വന്നിരിക്കുന്നു പറഞ്ഞ് കൈയൊക്കെ ചൂണ്ട് കാണിക്കുന്നുണ്ട്. എനിക്കും ഇങ്ങനെ ഉള്ളിലൊന്നും വെച്ചിട്ട് പുറത്ത് അഭിനയിക്കാൻ അറിയത്തില്ല, ഞാൻ ഉള്ളത് മൊത്തം നോക്കി പറയുന്ന രീതിയിൽ. അപ്പോൾ ജിൻഡോയ്ക്ക് തന്നെ പിന്നെ അതുകൊണ്ടാണ് നീ പവർ റൂം മറ്റൊരു ടീമിന് വേണ്ടി നീ വടംവലിക്കാൻ പോയില്ലേ, ജിൻഡോയുടെ ടീമിലേക്ക് വന്നിട്ടില്ലല്ലോ. അപ്പോൾ ആ ഒരു സംസാരമൊക്കെ പറഞ്ഞതിന് ശേഷം നമ്മുടെ വോട്ടിംഗ് സെക്ഷനാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വോട്ടിംഗ് ആണ്. 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും 3 ടീമിൻ്റെ സ്ഥാനാർത്ഥികളും, അങ്ങനെ 6 പേരും. അപ്പോൾ ഓരോ അംഗങ്ങളായിട്ട് വന്നിട്ട് എന്താണെന്നറിയാവോ, പേര് എഴുതുക, പേപ്പർ വെച്ചിട്ടുണ്ട്, പേനയും പേപ്പറും വെച്ചിട്ടുണ്ട്, പേര് എഴുതുക, ക്യാമറയിൽ കാണിക്കുക, ചുരുട്ടി മടക്കി ബാലറ്റ് ബോക്സ് നിക്ഷേപിക്കുക. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് ജിൻഡോയുടെ പേരാണ്. കാരണം ടണൽ ഗ്രൂപ്പുകാർ അവർക്ക് മത്സരിക്കാൻ പാടില്ല, കാരണം അവർ പവർ ടീമിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ അവരെ പവർ ടീമിൻ്റെ ഭാഗമാക്കാൻ സഹായിച്ചിരിക്കുന്നത് നമ്മുടെ ജിൻഡോയാണ്. സോ അതുകൊണ്ട് പിന്നെ അവരുടെ ഉദ്ദേശവുമുണ്ട്, ജിൻഡോ ഇപ്പോൾ ക്യാപ്റ്റൻ മത്സരിച്ച് വന്നില്ല എങ്കിൽ ജിൻഡോയെ പവർ റൂമിലേക്ക് വരും. അപ്പോൾ ജിൻഡോയെ പവർ ടീമിൽ കയറ്റാൻ അവർക്ക് താല്പര്യമില്ല എന്നതിൻ്റെ അടയാളം കൂടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത്. അപ്പോൾ ക്യാപ്റ്റനായിട്ട് ഇപ്പോൾ പവർ റൂമിന് അകത്ത് ക്യാപ്റ്റൻ കയറാൻ പാടില്ലെന്ന് പുതിയ റൂൾസും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. സോ അതുകൊണ്ടായിരിക്കാം അവരെല്ലാവരും കൂടി ജിൻഡോയെ തീരുമാനിച്ചെടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ അഭിഷേക് ജയദീപ് ആണെങ്കിൽ അവൻ്റെ പേര് തന്നെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഭിഷേക് പറഞ്ഞു ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ വന്നതാണ്, സോ അതുകൊണ്ട് ഞാൻ എനിക്ക് തന്നെ എഴുതും, ശ്രീധുവിൻ്റെ പേര് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടി നമ്മുടെ ജിൻഡോയാണ് ഈ ആഴ്ച ബിഗ് ബോസിൻ്റെ ഒരു ക്യാപ്റ്റനായിരിക്കുന്നത്. അപ്പോൾ ഇനി എന്താ പവർ റൂമിൽ പോകാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും BB ഹൗസിൽ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻ ജിൻഡോയാണ്. ജിൻഡോയുടെ ഗെയിമുകൾ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഒരു പിടിയില്ല. ഇപ്പം തന്നെ ക്യാൻവാസിങ് തുടങ്ങിയിട്ടുണ്ട്. ഗബ്രി പറയുന്നുണ്ട് ജാസ്മിനുള്ള ആ ടീമിനകത്ത് എന്നെ ഇടണം കേട്ടോ, എന്നെ ഇടണം എന്നൊക്കെ രീതിയിൽ. അപ്പോഴത്തെ സിബിൻ പറഞ്ഞു മോനെ നീ പ്രൊഡ്യൂസറാണെങ്കിൽ ഞാൻ ഡയറക്ടറാണ്, നിൻ്റെ ആ മനസ്സിലങ്ങ് വേല കയ്യിലിരിക്കട്ടെ എന്നുള്ള രീതിയിൽ. പക്ഷേ അഭിഷേക് പറഞ്ഞു ഇല്ല ഒരു ടീമിൽ കിടക്കട്ടെ, ഒരുമിച്ച് കളിക്കാം. എന്നാൽ നിങ്ങൾ ഒരുമിച്ച് കളിച്ചോ എന്ന രീതിയിലൊക്കെ ഒരു ചെറിയൊരു ചിരിയും സംസാരമൊക്കെ ആയിട്ട് ആ രംഗം അവിടെ കടന്നുപോയി. എന്തായാലും ജിൻഡോ എന്താണെന്ന് നമുക്ക് നോക്കിക്കാണാം. ജിൻഡോ എന്തായാലും കഴിഞ്ഞ ക്യാപ്റ്റൻസിയെ പോലെ ആയിരിക്കില്ല, ഇപ്പോൾ കുറച്ചും കൂടി ഒന്ന് പ്രാക്ടിക്കലായിട്ട്, കാരണം കുറച്ച് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മാറ്റിപ്പിടിക്കും ജിൻഡോ തീരുമാനിക്കും. ജിൻഡോയുടെ പ്ലാൻ നമുക്ക് കാത്തിരുന്ന് കാണാം. ജീവിതത്തിൻ്റെ കയ്പും മധുരവും അനുഭവം പങ്കുവയ്ക്കാനായിട്ട് വന്നിരിക്കുന്നത് ലൈഫ് സ്റ്റോറി റൗണ്ടിൽ അഭിഷേക് ജയദേവാണ്. എൻ്റെ പേര് അഭിഷേക് ജയദേവ്, തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. അച്ഛൻ, അമ്മ, അതുപോലെ എൻ്റെ ചേച്ചി അടങ്ങുന്ന ഒരു കുടുംബമാണ്. ഋഷിയുടെ ലൈഫ് സ്റ്റോറിയുമായി കണക്റ്റഡ് ആയിട്ടാണ് എൻ്റെ ജീവിതം ഉള്ളത്. കാരണം എൻ്റെ വീട്ടിൽ കുഞ്ഞുനാളിൽ ഞങ്ങളുടെ സ്വസ്ഥത എന്താണെന്നോ സമാധാന സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അച്ഛൻ അമ്മയെ മാരകമായിട്ട് ഉപദ്രവിക്കുക, അതായത് ഷൂസ് ഇട്ടൊക്കെ ചവിട്ടുക, ഒത്തിരി പീഡനങ്ങൾ എൻ്റെ അമ്മയ്ക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ അപ്പോഴും സെപ്പറേറ്റ് ആയിട്ടില്ല. എന്താ പറയണ്ട, ഒരു ഹൈപ്പർ ആക്ടിവിറ്റീസ് ഉള്ള ആളാണ്. പിന്നെ ഫുഡ് ഉണ്ടാക്കി വെക്കുന്നത്, വിഷു അങ്ങനത്തെ ആഘോഷ സമയത്തൊക്കെ ഫുഡ് ഉണ്ടാക്കി വെക്കുന്ന സമയത്ത് എടുത്ത് പാത്രത്തോടെ എടുത്ത് ദൂരെ കളയുക, അങ്ങനെയൊക്കെ ഒത്തിരി സഫറിങ് ചെയ്തു. ആ സമയത്താണ് ഞാൻ എൻ്റെ സെക്ഷുവാലിറ്റി ഞാൻ തിരിച്ചറിയുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ, അതായത് സമാധാന സ്വസ്ഥതയില്ലാത്ത ഒരു സാഹചര്യത്തിൽ ഞാൻ ഇങ്ങനത്തെ ഒരു ഇതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്കത് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷേ ഞാനിപ്പോൾ ഇങ്ങോട്ട് വരാൻ സമയത്ത് എൻ്റെ അമ്മയോടും ചേച്ചിയോടും പറഞ്ഞു. അപ്പോൾ അമ്മ പറഞ്ഞു ലോകം എന്തും വേണോ പറയട്ടെ, ഞാൻ നിന്നെ അംഗീകരിക്കും. എന്ന് വെച്ചാൽ നീ എൻ്റെ മകനാണ്. അത് ഒരു അമ്മയും മക്കളും തമ്മിലൊരു പവിത്രമായ ബന്ധത്തിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്രയും ത്യാഗം അനുഭവിച്ച് ഇപ്പോൾ അമ്മ ചേച്ചിയോടൊപ്പം ലൈവിൽ ഒത്തിരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എപ്പിസോഡ് വന്നപ്പോൾ കുറച്ചാണ് പറഞ്ഞത്. ചേച്ചിയോടൊപ്പം ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ പൂനെയിലായ സമയത്ത് ഇൻ്റർനാഷണൽ ഈ ഗെയിമിൽ പങ്കെടുത്ത്, അല്ലെങ്കിൽ ആ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത വ്യക്തിയെ പരിചയപ്പെട്ടു. അങ്ങനെ ഞാനും ആ ഒരു ഫസ്റ്റ് റണ്ണറപ്പായി വന്നിട്ടുണ്ട്. അത് എൻ്റെ പിന്നെ ഇന്ത്യൻ എക്സ്പ്രസ് ആർട്ടിക്കിളിലൊക്കെ എൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു എന്ന രീതിയിൽ സംസാരിച്ചു. പിന്നെ എൻ്റെ അച്ഛനോട് ഞാനിത് പറഞ്ഞിട്ടില്ല, ഈ ഷോ അച്ഛൻ കണ്ട് എന്നെ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു എന്ന രീതിയിൽ വളരെ ചുരുക്കമായിട്ട് തൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞ് ആ റൗണ്ടോടെ അവസാനിപ്പിച്ചു. സ്പോൺസർ ടാസ്ക്കാണ് കേട്ടോ. നമ്മുടെ സായി ടാസ്ക് ലെറ്റർ വായിക്കുകയാണ്. അതായത് 2 ഗ്രൂപ്പാണ്, 8 പേരടങ്ങുന്ന 2 ഗ്രൂപ്പ് ആവുക, 2 ജഡ്ജസ് ഉണ്ടാകുക, ഒരു പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ഒരാളും ഉണ്ടായിരിക്കണം. അപ്പോൾ ജഡ്ജസായിട്ട് റസ്മിനും ജാസ്മിനുമാണ്. പിന്നെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത് ഗബ്രിയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ ഫാനിൻ്റെ സവിശേഷതകളായിട്ട് 3 റൗണ്ട് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ലാലേട്ടൻ്റെ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട പാട്ടും കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കേണ്ടത്. സ്റ്റൈലിഷ് ആയിരിക്കണം, കൺവീനിയൻസ് ആയിരിക്കണം, അതുപോലെ പിന്നെ എനർജി ആൻഡ് എഫിഷ്യൻസി ആയിട്ടുള്ള റൗണ്ട്. അത് പാട്ടും അതുപോലെ ഡയലോഗും ആയിരിക്കണം. അങ്ങനെ നമ്മുടെ ഋഷി സിബിനൊക്കെ അടങ്ങിയിരിക്കുന്ന ഗ്രൂപ്പ് വരെ വന്നിട്ട് താങ്കളൊക്കെ തില്ലം തില്ലം ആ പാട്ട് അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ലൂസിഫറിൻ്റെ ഡയലോഗാണ് സിബിൻ അവതരിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ പിള്ളേരെ തൊടുന്നോടോ എന്നുള്ള ഡയലോഗ് ഉണ്ടല്ലോ, അത് അവതരിപ്പിച്ചു. ജിൻഡോ അടങ്ങിയിരിക്കുന്ന ടീമാണെങ്കിൽ ദൂരെ കിഴക്കു
കുതിക്കും ആ മാണിക്ക് ചെമ്പഴക്ക ആ പാട്ടാണ് പാടിയത്. അതുപോലെ തന്നെ പിന്നെ മലയക്കോട്ട് വാലിബൻ സിനിമയുടെ ഡയലോഗ് ഉണ്ടല്ലോ, അമ്മ പൂര് കഴിഞ്ഞ് പോകുന്ന സിനിമ മുളകൊടിക്ക് പകരം മകൻ്റെ നട്ടൽ ഉരുത്തരാം എന്ന് പറയുന്ന ഡയലോഗ് നമ്മുടെ ജിൻഡോയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കേട്ടോ. നല്ലൊരു വിഷ്വലൈസേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ജയിച്ചിരിക്കുന്ന ടീമെന്ന് പറയുന്നത് നമ്മുടെ സിബിൻ്റെ ടീമായിരുന്നു കേട്ടോ. അതായത് താങ്കളൊക്കെ പാടി ലൂസിഫറിൻ്റെ ഡയലോഗൊക്കെ പറഞ്ഞിരിക്കുന്നത് അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു ആ രംഗം. അങ്ങനെ ആ രംഗവും ഒരു സ്പോൺസർ ടാസ്കും അവിടെ കഴിഞ്ഞു പോയി. സിബിനും ശ്രീതും തമ്മിലുള്ള ഡിസ്കഷനാണ്. ഇപ്പോൾ സിബിൻ ഇങ്ങനെ പറയുന്നുണ്ട്, അത് നമ്മളെക്കുറിച്ച് തന്നെ പറയുന്നത്, അങ്ങോട്ട് നോക്കൂ അവിടെ ആരംഭിക്കുന്നറിയുമോ അർജുന റസ്മിനുമാണ്. അപ്പോൾ പറഞ്ഞാൽ നമ്മളെക്കുറിച്ചിട്ടാണ് സംസാരം. അത് കുറച്ച് കഴിഞ്ഞ സമയത്ത് റസ്മിൻ വരുന്നുണ്ട്, ശ്രീതുവിനെ വിളിച്ചിട്ട് മാറ്റി സംസാരിക്കുന്നുണ്ട്. അതെ നീ അങ്ങോട്ട് പോ, ഭയങ്കര ഹട്ടാവുന്നുണ്ട്, ഒരു ഹംസം പോലെ. ഇപ്പോൾ അർജുനെ കാണിക്കുന്നുണ്ട്. പിന്നീട് റസ്മിനും ശ്രീതു അർജുനും തമ്മിൽ ചെസ്സ് കളിക്കുന്നവർ കുറച്ച് പേപ്പറൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കരുക്കൾ നീക്കുന്നുണ്ട്. അതിവിടെ ഒരു നടുവിലൊരു ഫ്രണ്ട് വന്നു. അതായത് സിബിനും ശ്രീതുവിനും പുറത്ത് വെച്ചവർക്ക് അറിയാം, ഇവർ ഏഷ്യൻ്റെ പ്രോഗ്രാം ചെയ്ത് അങ്ങനെ അവർക്കൊരു ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അപ്പോൾ ആ രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ റസ്മിൻ എൻ്റെ കൂടെ ആരുമില്ല എന്നൊക്കെ പാട്ടൊക്കെ പാടിയിരുന്നിട്ട് ആ രംഗം അവിടെ അവസാനിപ്പിച്ചു. അങ്ങനെ എപ്പിസോഡ് തീർന്നു. അടുത്ത് BB+ ആണ്. BB+-നകത്ത് ജിൻഡോയെക്കുറിച്ച് വലിയൊരു അലിഗേഷൻ വരുന്നുണ്ട് കേട്ടോ. അതായത് ജിൻഡോ ഉറക്കത്തിൽ നമ്മൾ അഭിഷേക് ജയദേവല്ലോ, അഭിഷേക് ജയദേവിനെ ഒരു തുടയിൽ ഇങ്ങനെ പിടിച്ചു എന്ന രീതിയിലുള്ള ഒരു സംസാരം അവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നോറയും നന്ദനയും അതുപോലെ സായിയും അഭിഷേക് ജയദേവിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിൻഡോ അവിടെ കടന്നു വരുന്നു. അപ്പോൾ ജിൻഡോയോട് സംസാരിച്ചു. പക്ഷേ നോറ ഭയങ്കര ഓവറായിട്ട് ഹെഡ് ചെയ്ത് സംസാരിച്ചിരുന്നു. അപ്പോൾ ജിൻഡോയ്ക്ക് വല്ലാതാവുന്നുണ്ട്. പക്ഷേ അത് നമ്മുടെ അഭിഷേക് ജയദേവ് മനസ്സിലാക്കി കേട്ടോ. അപ്പോൾ ജിൻഡോ പറഞ്ഞു, ഞാൻ ഒരിക്കലെന്തോ അങ്ങനെ ചെയ്തു, പിന്നെ ഇങ്ങനെ ഉറക്കത്തിൽ നിന്നാണ് എന്ന്. അപ്പം നിങ്ങൾ ഉറക്കത്തിൽ നിന്നാണെന്ന് അറിയാമില്ലേ, പിന്നെ നിങ്ങൾ മനഃപൂർവ്വം നിങ്ങൾ അങ്ങനെ ചെയ്ത് എല്ലാ രീതിയിലൊക്കെ നോറ വരുത്തി തീർക്കുന്നുണ്ട്. അപ്പോൾ അഭിഷേക് ജയദേവ് പറഞ്ഞു, ഓക്കെ നിങ്ങൾ ആ ഒരു ഉറക്കത്തിൽ ചെയ്തതാണല്ലോ, ഓക്കെ ലീറ്റ് എന്ന രീതിയിൽ സംസാരിക്കുന്നു. പക്ഷെ നോറ അതിങ്ങനെ അഭിഷേകിൻ്റെ പിറകെ പോകുന്നുണ്ട് കുത്തിത്തിരിപ്പുണ്ടാക്കാനായിട്ട്. നീ അവിടെ പോയി അവരടുത്ത് പറയണം, ഇങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ അഭിഷേക് പറഞ്ഞു, എനിക്കത് പുറത്ത് വലിച്ചിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലിയിലൊക്കെ പ്രശ്നമാണ്, പുറത്ത് അങ്ങനെ ഒരു ടോപ്പിക് ഇങ്ങനെ പോകും, അതുകൊണ്ട് എനിക്ക് ഈ ഒരു മാറ്റർ സംസാരിക്കാൻ താല്പര്യമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു. അങ്ങനെ നമ്മുടെ അഭിഷേക് ജയദേവ് നന്ദിനെയും അതുപോലെ തന്നെ നോറ ഇരുന്ന സമയത്തും വാഷ്റൂമിൽ ഇരുന്ന സമയത്തും നോറ ഭയങ്കര ഒരു ഹെഡിങ് ചെയ്ത്, അത് ഒരു വ്യക്തിപരമായ രീതിയിൽ ഹെഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അഭിഷേക് നീ എന്തിനാ ഇങ്ങനെ എൻ്റെ അടുത്ത് വിഷമത്തിൽ സംസാരിക്കുന്നത്? അതായത് നോറ പറഞ്ഞിട്ടും അഭിഷേക് ആ വരയിൽ പോയി ചാടിയില്ല, ജിൻഡോയെ അങ്ങോട്ട് കൊണ്ട് ആരുടെ മുമ്പിൽ കൊണ്ട് ഇട്ട് കൊടുത്തില്ല. നോറയ്ക്ക് ആവശ്യം ജിൻഡോയെ അങ്ങോട്ട് വലിച്ച് കീറണം അല്ല രീതിയിലായിരുന്നു. പക്ഷേ അഭിഷേക് അത് ബുദ്ധിയോടെ തന്നെ പെരുമാറി. എനിക്ക് ഇഷ്ടപ്പെട്ടു അഭിഷേകിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മറ്റുള്ള ആൾക്കൂടെ എത്രത്തോളം ഹർട്ടിങ് ആവും എന്നുള്ളത് ആരും ചിന്തിക്കില്ലല്ലോ. എങ്ങനെയെങ്കിലും വലിച്ചിങ്ങനെ അവരെ മുഖം മൂടി എങ്ങനെ പുറത്തു കൊണ്ട് വരണം എന്നുള്ളത്. പക്ഷേ എവിടെയാണ് എന്താണ് പറയേണ്ടതെന്നുള്ളൊരു ബോധം നമ്മുടെ അഭിഷേക് ജയദേവനുണ്ടായിരുന്നു. വളരെ രീതിയിൽ അദ്ദേഹം ബുദ്ധിയോടെ അത് ഹാൻഡിൽ ചെയ്തു. പിന്നെ കാണിക്കുന്നത് ജാസ്മിൻ, അർജുൻ, അപ്സര, ഗബ്രിയൊക്കെ ഡിസ്കഷനാണ് സായിയെ കുറിച്ചിട്ടാണ്. സായി ഭയങ്കര സൈലൻ്റായിട്ട് ഗെയിം കളിക്കുകയാണ്. പിന്നെ പനിഷ്മെൻറ്റ് കൊടുക്കണം നമുക്ക്, എന്ന് വെച്ചാൽ മൈക്ക് ധരിച്ചിട്ടില്ല. അപ്പോൾ ഇന്നലെ ഗബ്രി മൈക്ക് ധരിക്കാത്ത കാരണം പവർ ബെല്ല് അടിച്ചിട്ട് ഗബ്രി എല്ലാവരോടും പോയി സോറി പറയണം, ഞാൻ മൈക്ക് ധരിച്ചില്ല, ഇനി ഇത് ആവർത്തിക്കില്ല എന്ന രീതിയിൽ സെയിം പനിഷ്മെൻറ്റ് തന്നെ സായി ചെയ്യണമെന്ന് പവർ ബെല്ല് അടിച്ച് ബോർഡിൽ എഴുതി. അങ്ങനെ സായി എല്ലാവരുടെ അടുത്തും പോയിട്ട് അത് ഞാൻ മൈക്ക് ധരിച്ചിട്ടില്ല, ഇനി ഇത് ആവർത്തിക്കില്ല എന്ന രീതിയിൽ സായി എല്ലാവരോടും മാപ്പ് പറയുകയുണ്ടായി. അതിനുശേഷം നമ്മുടെ ക്യാപ്റ്റൻ ടാസ്കിനകത്ത് ക്യാപ്റ്റൻസിയിലേക്ക് നമ്മുടെ ജിൻഡോയാണ് വന്നതെങ്കിൽ അടുത്ത ഈ ആഴ്ച നമുക്ക് ജയിലിൽ പോകണമല്ലോ. അപ്പോൾ ജയിൽ നോമിനേഷനാണ് വന്നിരിക്കുന്നത്. എല്ലാവരും അതായത് ഒരു 8 വോട്ട് വരെ സായിക്ക് കിട്ടിയിട്ടുണ്ട്. പറഞ്ഞ റീസൺ എന്ന് വെച്ചാൽ പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് പറഞ്ഞു, ഇവിടുത്തെ റൂൾസിന് എഗൻസ്റ്റ് ആയിട്ട് ബിഗ് ബോസ് 2 പ്രാവശ്യം വാൺ ചെയ്തു. അപ്പോൾ അതൊന്ന് 2 മൈക്ക് ധരിച്ചില്ല, ആ റീസണാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പവർ റൂമുകാരെ നേരിട്ട് പറഞ്ഞിരിക്കുന്നത് അൻസിബ. ഞാൻ വിചാരിച്ചു എന്തായാലും അൻസിബയ്ക്ക് തരും, കാരണം അപ്സര അകത്തുണ്ടല്ലോ. അപ്പോൾ എന്തായാലും അൻസിബ നേരിട്ട് നോമിനേഷനിൽ കൊണ്ട് വന്നിരിക്കുകയാണ് പവർ റൂമുകാർ. അങ്ങനെ ഈ ആഴ്ച ജയിലിൽ പോയിരിക്കുന്നത് വേറെ ആരുമല്ല, സായിയും അതുപോലെ തന്നെ അൻസിബയുമാണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന പനിഷ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ 10 തേങ്ങ കൊടുത്തിട്ടുണ്ട്, അത് പൊട്ടിച്ച് ചിരി കൊടുക്കും, ഒരു മിഷൻ പോലെ കൊടുത്തിട്ടുണ്ട്, അത് കയ്യിൽ ഇങ്ങനെ കറക്കി തേങ്ങ ചിരുകി ഇവരെ ഏൽപ്പിക്കുക. അതിന് കഞ്ഞിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ അൻസിബാണെങ്കിൽ കഞ്ഞി, നമ്മുടെ ഋഷിക്കും അതുപോലെ തന്നെ റസ്മിനൊക്കെ നോറയ്ക്കൊക്കെ കഞ്ഞി ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ ആ ജയിലിൻ്റെ സൈഡിൽ കൂടി ഒരു ബൗളിലാക്കി കൊടുക്കുകയാണ്. അപ്പോൾ സായിയാണ് അത് കൊടുക്കുന്നത്. നന്ദന പറഞ്ഞു പുറത്തിരുന്ന് ജയിലിൻ്റെ മുക്കുമൂല എല്ലാം മനസ്സിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ടോക്കോടെ കഴിഞ്ഞ് പോകുന്നു. എന്തായാലും ജയിലിൽ പോയിരിക്കുന്നത് സായിയും അൻസിബയും, ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുന്നത് ജിൻഡോയുമാണ്. ഇപ്പം നാളെ ഗെയിം
ഗെയിം കാണും, അല്ലെങ്കിൽ ടാസ്ക് കാണും, അതെന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ബിഗ് ബോസ് ഹൗസിനകത്ത് ഉണ്ടായിരുന്നത്. ഒന്ന് മോർണിംഗ് ടാസ്ക് ഉണ്ടായിരുന്നു, ആരുടെ പൊസിഷൻ, ഒരു ഗെയിമർ എന്ന രീതിയിൽ ആരുടെ പൊസിഷനിലേക്ക് നിങ്ങൾ പോകേണ്ട അതായിരുന്നു. രണ്ടാമത് ബാലറ്റ് പെട്ടിയിലൂടെ വോട്ടിംഗ് ചെയ്ത് ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തായിരുന്നു. മൂന്നാമത് അഭിഷേക് ജയദേവിൻ്റെ ലൈഫ് സ്റ്റോറി. നാലാമത് സ്പോൺസർ പ്രോഗ്രാം, ആറ്റൻബർഗുകാരുടെ സ്പോൺസർ പ്രോഗ്രാം. അഞ്ചാമത് ജയിൽ നോമിനേഷൻ. അപ്പോൾ നാളത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ലാലേട്ടൻ വരുന്ന എപ്പിസോഡാണ്. ആര് വീഴും ആര് വാഴും എന്നൊന്നും അറിയില്ല. എന്തായാലും ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നത്, പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു പുതിയൊരു ചാനൽ പരിചയപ്പെടുത്തിയിരുന്നു, BR ഷോർട്സ് എന്ന് വെച്ചിട്ട്. ഷോർട്സ് മാത്രം ഇടാൻ വേണ്ടിയിട്ടൊരു ചാനലാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഒന്ന് സബ് ചെയ്യുക. എന്തായാലും നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ നാളത്തെ റിവ്യൂമായി കാണാം. അതുവരെ നിങ്ങൾ നിന്ന് ഇവിടെ പറയുന്നു, വിജി രമേശ് വ്ളോഗിലെ വിജി. കൂട്ടുകൂടണം, ഇഷ്ടം തരണം, കൂട്ടുകൂടാൻ മറക്കല്ലേ. ബൈ ബൈ.